நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത ചില പാടലുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ശിവദർശനത്താൽ കവിക്കുണ്ടായ ഹൃദയനിർവൃതിയെക്കുറിച്ചിട്ട് ഇവിടെ മാണിക്യവാചകർ വിവരിക്കുകയാണ്. തൻ്റെ ഉടലും ഉയിരും ആകെ മാറ്റത്തിന് വിധേയമായതും അതോടൊപ്പം തന്നെ ശിവഭഗവാനെ മുന്നിൽ കണ്ടപ്പോൾ വാക്കുകളെ കൊണ്ട് ഒരു സ്തവമാല ഉണ്ടാക്കി ഭഗവാന്റെ കഴുത്തിൽ അണിയിക്കുകയും ചെയ്യുന്ന മഹനീയമായ കാഴ്ച നാം ഇനി കാണുകയാണ്. ഉള്ളലിഞ്ഞ് പെരുകി കടലായുയരും മനസ്സലിഞ്ഞ് ഉടൽ നടുങ്ങിയിടും ആലോകർ ഭ്രാന്തെന്ന് പറഞ്ഞ് ചിരിച്ചാൽ നാണിക്കാതെ ഒഴിഞ്ഞു മാറും. നാട്ടാചൊല്ലും പഴിയും അണിയായി കരുതും. എന്തും ചെയ്യാൻ പോന്ന ആരെയും അത് കരുതാതെ ശിവജ്ഞാനത്തിൽ മോഹം പൂണ്ടലഞ്ഞു നടക്കും. പരഗതിയെ പരമാശ്ചര്യമായി കന്നിനെയോർക്കും പശു പോൽ മനം കരഞ്ഞും പതറിയും നിന്നെ തേടും. ശിവദർശനത്താൽ ഉണ്ടാകുന്ന മാണിക്യ വാചകരുടെ അനുഭൂതികളെ പറ്റി പറയാം. ഉള്ളമലിഞ്ഞ് പെരുകി കടലായുയരും മനസ്സ് അലിഞ്ഞ് ഉടൽ നടുങ്ങിയും. ശരീരത്തിനുണ്ടാകുന്ന ഭാവഭേദങ്ങളാണ്. ഉള്ളലിഞ്ഞു, ഹൃദയമലിഞ്ഞലിഞ്ഞ് പെരുകി അതൊരു കടലായി തീർന്നു. എന്നിട്ട് ആ കടൽ ഉയർന്നു പൊങ്ങുകയാണ്. അപ്പോൾ ഉള്ളിലെ ആ ഭക്തിയാകുന്ന കടൽ ആർത്തിരമ്പുന്നു. അങ്ങനെ മനസ്സ് പൂർണ്ണമായും അലിഞ്ഞലിഞ്ഞ് ശിവനിൽ ലയിച്ചു. ആ സമയം എന്തു സംഭവിക്കുന്നു? ഉടലിനുണ്ടാകുന്ന ഭാവഭേദമാണ്. ഉടൽ നടുങ്ങുന്നു, നടുങ്ങിത്തരിച്ചു പോകുന്നു ശരീരം. അപ്പോൾ ശിവാനന്ദാനുഭൂതിയിൽ നുകരുമ്പോൾ ആ അനുഭൂതിയുടെ ഓളങ്ങൾ ഹൃദയത്തിൽ അലതല്ലുമ്പോൾ ശരീരമാകെ നടുങ്ങിപ്പോകുന്നു എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. ശിവദർശനം ലഭിക്കുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന ആ ഭയങ്കരമായ നടുക്കം, ആ ശിവ അരുൾ താങ്ങാൻ പറ്റാതെ ശരീരം നടുങ്ങിപ്പോകുന്നു. ആ സമയം മാലോകർ ഭ്രാന്തെന്ന് പറയുന്നു. മാലോകരെല്ലാം എൻ്റെ ഈ അവസ്ഥാവിശേഷം കണ്ട് എനിക്ക് ഭ്രാന്താണെന്ന് പറയുന്നു എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. മാലോകർക്ക് ഈ ഭാവപരിണാമങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സാധാരണ മനുഷ്യർക്ക് ഈ ഭക്തിയുടെ തീവ്രമായ ഉന്മാദാവസ്ഥയിൽ സംഭവിക്കുന്ന ചലനങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. ഇത് നമ്മുടെ ജീവിതത്തിലും സാധാരണമാണ്. സാധാരണ തീവ്രമായ ഭക്തിയുള്ള ഒരാളുടെ പെരുമാറ്റത്തെ മറ്റുള്ളവർ പറയുന്നത് ഭ്രാന്താണെന്ന് പറയും. അയാൾക്ക് ഭ്രാന്താണെന്ന് പറയും. അങ്ങനെ പുച്ഛിക്കുകയാണ് ചെയ്യുക. അങ്ങനെ പറഞ്ഞ് പുച്ഛിച്ചാലും നാണിക്കാതെ ഒഴിഞ്ഞു മാറും. ഞാൻ നാണിക്കാതെ ഒഴിഞ്ഞു മാറും. ആ പരിഭവ വാക്കുകളിൽ നിന്നും ആ പരിഹാസ വാക്കുകളിൽ നിന്നെല്ലാം ഞാൻ ഒഴിഞ്ഞു മാറും. എന്നിട്ട് നാട്ടാചൊല്ലും പഴിയും, നാട്ടാർ എന്നെ പഴിച്ചുകൊണ്ട് പറയുന്ന ഈ പഴിവചനങ്ങളെല്ലാം ഞാൻ അണിയായി കരുതും. ശ്രേഷ്ഠമായ വാക്കുകളായിട്ട് ഞാനതിനെ കരുതും. അപ്പോൾ പഴി പറയുന്നവരുടെ പഴിവാക്കുകൾ കേൾക്കുമ്പോൾ അതും ശിവപൂജയാണെന്ന് കരുതി ഞാൻ അതിനെയും ഉൾക്കൊള്ളുന്നു. അങ്ങനെ എല്ലാം ശിവപൂജയായി മാറുന്നു. നാട്ടുകാരനെ ഭ്രാന്തനെന്ന് വിളിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും അതേപോലെ തന്നെ ഓരോ പഴിവാക്കുകൾ പറയുമ്പോഴെല്ലാം അതൊന്നും ഞാൻ ശ്രദ്ധിക്കാതെ ശിവപൂജയിൽ തന്നെ മുഴുകി ശിവ
പാതയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് യാത്ര ചെയ്യുന്നു. ഈ പഴിവാക്കുകളോ ഈ ജനങ്ങളുടെ പരിഹാസമോ ഒന്നും എന്നെ ബാധിക്കാറേയില്ല. എന്തും ചെയ്യാൻ പോന്നോരാരെയും അത് കരുതാത്ത ശിവജ്ഞാനത്തിൽ ഇതൊന്നും കരുതാതെ ഇതിനെയൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ ശിവജ്ഞാനത്തിൽ മോഹം പൂണ്ടലഞ്ഞു നടക്കും. ശിവജ്ഞാനത്തിന് വേണ്ടി ഞാൻ അലഞ്ഞലഞ്ഞു നടക്കുന്നു. ഇത് അറിവിന് വേണ്ടിയുള്ള, ശിവജ്ഞാനത്തിന് വേണ്ടിയുള്ള തീരാത്ത ദാഹമാണ്. ഒരു ശിവഭക്തൻ, ഒരു ശിവജ്ഞാനി എപ്പോഴും ശിവനെക്കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കാൻ വേണ്ടി കൂടുതൽ ശിവബോധം മനസ്സിൽ തെളിയാൻ വേണ്ടി അലഞ്ഞ് നടക്കും. അതൊരു നിതാന്തമായ തപസ്സാണ്, അറിവിന് വേണ്ടിയുള്ള മഹാതപസ്. അപ്പോൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കറിയാൻ പറ്റും, ശിവജ്ഞാനം ഹൃദയത്തിൽ നിറയ്ക്കാൻ വേണ്ടി അലഞ്ഞ് മഹാതപസ് ചെയ്യുന്ന അനേകം ശിവഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഈ ശിവഭക്തന്മാരെല്ലാം ശിവജ്ഞാനത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്. ജീവൻ തന്നെ വലിച്ചെറിയാൻ അവർ തയ്യാറാകുന്നു. അപ്പോൾ ശിവജ്ഞാനം സ്വന്തമാക്കാൻ വേണ്ടി, ആ ശിവജ്ഞാനത്തിൻ്റെ ആനന്ദാതിരേകത്തിൽ മുഴുകാൻ വേണ്ടി അവർ ജീവിതത്തിലെ മറ്റ് ഭൗതിക സുഖങ്ങൾ പോലും പലപ്പോഴും ത്യജിക്കാറുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ ആ സുഖഭോഗങ്ങളെ മുഴുവൻ ത്യജിച്ചുകൊണ്ട് അവർ ശിവജ്ഞാനം നേടാൻ വേണ്ടി, അറിവിൻ്റെ ലോകത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഠിനമായ തപസ് ചെയ്യുന്നു. അങ്ങനെ തപസ് ചെയ്യുന്നവരെ മറ്റുള്ളവർ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യും. അവർ ചിലപ്പോൾ ഈ ശിവഭക്തനെ ഭ്രാന്തനെന്ന് വിളിക്കുകയും അതേപോലെ പഴിവാക്കുകൾ പറയുകയും രൂക്ഷമായ വിമർശനങ്ങൾ തൊടുത്തു വിടുകയും എല്ലാം ചെയ്യും. അതൊന്നും പക്ഷേ ഒരു ശിവജ്ഞാനി അയാളെ ഒരു പ്രകാരത്തിലും അയാളുടെ ശിവജ്ഞാന ബോധം തേടാനുള്ള ആ അലച്ചിലിൽ നിന്ന് ഒരിക്കലും തടയുകയില്ല. അപ്പോൾ ശിവജ്ഞാനത്തിന് വേണ്ടി ജീവിതമാകെ സമർപ്പിച്ച ചിലർ അവസാനം ശിവജ്ഞാനം നേടി ആ ശിവസായുജ്യത്തിൽ ശിവാനന്ദ ലഹരിയിൽ മുഴുകുന്നു. മാണിക്യവാചകരെ കുറിച്ചും ഇത് തന്നെയാണ് പറയുന്നത്. മാണിക്യവാചകരും ഇതേപോലുള്ള തീവ്രമായ ശിവഭക്തിയിൽ അലഞ്ഞ് തിരിഞ്ഞപ്പോൾ, അതേപോലെ ശിവഭക്തിയാൽ തീക്ഷ്ണമായ ഭക്തിഭാവങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ ജനങ്ങൾ പലരും പറഞ്ഞു ഇയാൾക്ക് ഭ്രാന്താണെന്ന്. ആ ഭ്രാന്താണെന്നുള്ള ജൽപ്പനങ്ങളെയോ അതേപോലെ തന്നെ പരിഹാസവചനങ്ങളെയോ ഒന്നും കൂസാതെ മാണിക്യവാചകർ തീവ്രമായ ശിവഭക്തി കൊണ്ട് വീണ്ടും ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ആ ശിവഭക്തിയിലേക്ക്, ശിവജ്ഞാനത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരുന്നു. ഇതാ നോക്കൂ, നാട്ടാതൊല്ലും പഴിയും അണിയായി കരുതും എന്തും ചെയ്യാൻ പോന്നോരായും അതു കരുതാതെ ശിവജ്ഞാനത്തിൽ മോഹം പൂണ്ടണഞ്ഞു നടക്കും. പരഗതിയെ പരമാശ്ചര്യമായി കണ്ണിനെയോർക്കും പശുപോൽ മനം കരഞ്ഞും പതറിയും നിന്നെ തേടും. ഒരു പശുക്കുട്ടി തൻ്റെ മാതാവായ പശുവിനെ തേടി കരഞ്ഞു വിളിച്ച് അലറി നടക്കുന്ന പോലെ ഞാനിതാ ശിവനെ തേടി കരഞ്ഞു വിളിച്ച് അലഞ്ഞു നടക്കുകയായിരുന്നു ഇതുവരെയും. ആ കരച്ചിലിൻ്റെ അവസാനം ഇതാ സായുജ്യമുക്തി എനിക്ക് ലഭിച്ചിരിക്കുന്നു, ഭഗവാൻ ശിവൻ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു കന്നുകുട്ടി എങ്ങനെയാണോ തൻ്റെ അമ്മയെ കാണാതെ വിഷമിച്ച് കരഞ്ഞു വിളിച്ച് അലഞ്ഞു നടക്കുന്നത്, അതേപോലെയായിരുന്നു എൻ്റെ ഇതേവരെയുള്ള അവസ്ഥ. അവസാനം ഞാൻ എൻ്റെ മാതാവിനെ കണ്ടെത്തിയിരിക്കുന്നു, എൻ്റെ പിതാവിനെ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ ആ രക്ഷിതാക്കളെ കണ്ടെത്തിയ ആനന്ദാതിരേകത്താൽ
ഞാനിപ്പോൾ എല്ലാം മറന്നു പാടുന്നു. ഇതാണ് മാണിക്യവാചകർ ഇവിടെ നമ്മളോട് പറയുന്നത്. ഇനി അടുത്ത ഭാഗം കൂടെ നോക്കാം. മറ്റൊരു ദേവനെ കനിവിലും നിനയ്ക്കാം, അരിയ പരലോകത്തു നിന്ന് അവനിയിൽ വന്ന് ഗുരുപരനായി കൃപ കാട്ടിയ പെരുമയെ നിസാരമാക്കി തള്ളിയിടാതെ. ഇപ്പം ജനങ്ങളോട്, ഇദ്ദേഹത്തെ പരിഹസിക്കുന്ന ജനങ്ങളോട് പറയുകയാണ്, അരിയ പരലോകത്തുനിന്ന്, ശ്രേഷ്ഠമായ പരലോകത്തു നിന്നാണ് ഭഗവാൻ ഈ ഭൂമിയിൽ ഗുരുവായി അവതരിച്ച് എനിക്ക് കൃപ കാട്ടിക്കൊണ്ട് എനിക്ക് ദർശനം നൽകിയത്. അപ്പോൾ പരശിവനെയാണ് നാം ഇവിടെ കാണുന്നത്. പരശിവൻ ഈ ഭൂമിയിൽ വന്ന് ഗുരുരൂപത്തിൽ വന്നിട്ട് മാണിക്യവാചകർക്ക് ദർശനമരുളി. അതിനെ അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ഒരിക്കലും നിസ്സാരമായി തള്ളരുത്. വളരെ വളരെ ദുർലഭമാണത്, പരശിവനെ കാണുക എന്നുള്ളത്. പരശിവൻ ഇതാ ഭൂമിയിൽ വന്ന് ഗുരുരൂപത്തിൽ വന്ന് എനിക്ക് ദർശനം നൽകിയത് നിങ്ങൾ കാണൂ. ഉരുവത്തിൻ പിന്നിഴലെപ്പോലെ നിൻ തിരുവടികൾ ചെല്ലും ദിശയെ പിന്തുടർന്നിടും വെറുപ്പില്ലാതെ. എപ്രകാരമാണോ ശരീരത്തിൻ്റെ നിഴൽ ശരീരത്തെ പിന്തുടരുന്നത്, അതേപോലെ ഞാനിതാ ഭഗവാനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലുകൾ അലിഞ്ഞു ഉരുകി കാണാൻ കൊതിച്ച പ്രേമമാം പുഴ കരകവിഞ്ഞൊഴുകുന്നു. എല്ലുകൾ പോലും ദ്രവിക്കത്തക്ക വിധത്തിലുള്ള ഭക്തിയുടെ മഹാസമുദ്രം പെരുകി പ്രേമമാം പുഴ ഇതാ കരകവിഞ്ഞൊഴുകുന്നു. പ്രേമത്തിൻ്റെ മഹാസമുദ്രം കരകവിഞ്ഞൊഴുകുന്നു. പ്രേമത്തിൻ്റെ പുഴ ഇതാ കരകവിഞ്ഞൊഴുകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മാണിക്യവാചകരുടെ ഹൃദയത്തിൽ ശിവദർശനത്താൽ പ്രേമത്തിൻ്റെ ഒരു വലിയ പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. പഞ്ചേന്ദ്രിയങ്ങളും ഒന്നായി ചേർന്ന് നാഥ എന്ന് പുലമ്പുന്നു. പഞ്ചേന്ദ്രിയങ്ങളും ഇപ്പോൾ നാഥ നാഥ എന്ന് വിളിച്ച് കരയുന്നു. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ പോലും അവയുടെ യഥാർത്ഥ ഭൗതിക വൃത്തികൾ ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ പരനെ വിളിച്ച് നാഥ നാഥ എന്ന് പുലമ്പിക്കൊണ്ട് ഇതാ നിൻ്റെ പിന്നാലെ രോമഹർഷമാർന്ന് കരമലർ കൂപ്പി ഹൃദയം വിടർന്ന് കൺകൾ ആനന്ദിച്ച് മിഴിനീർ കണം ഉതിർത്തുകൊണ്ട് തീരാ പ്രേമം നിന്നിൽ കാട്ടിയ തന്നടിയാർക്ക് തായായി വിളങ്ങിയ ശിവനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അടിയാർക്ക് അമ്മയായി വിളങ്ങിയ അല്ലയോ ഭഗവാൻ, അവിടത്തേക്ക് ഞാൻ എൻ്റെ ഹൃദയം വിടർന്ന് കൺകൾ ആനന്ദിച്ച് മിഴുനീര് തൂകിക്കൊണ്ട് ധാരമുറിയാതെ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഞാൻ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ശിവദർശനം കിട്ടിയപ്പോൾ മാണിക്യവാചകർ തൻ്റെ ഹൃദയമാകുന്ന ആ പുഴയിൽ പ്രേമമാകുന്ന ജലപ്രവാഹത്തിൻ്റെ തിരത്തള്ളലിൽ ആണ്ടുമുങ്ങി നിർവൃതി പൂണ്ട് പ്രേമത്തിൻ്റെ മഹാസാഗരത്തിൽ നീന്തി തുടിച്ച് കഴിയുന്നു. തീരാ പ്രേമം നിന്നിൽ കാട്ടിയ തന്നടിയാർക്ക് തായായി വിളങ്ങുന്നു. നീ ആ ഭക്തന്മാരുടെ തായയായി വിളങ്ങുന്നു. നീ ആ ഭക്തന്മാരുടെ അമ്മയും അച്ഛനുമാണ്. ജഗതഃ പിതരോ, ജഗത്തിൻ്റെ മുഴുവനും പിതാക്കളായ നീ ഈ ഞങ്ങളുടെ ഭക്തിയിൽ അലിഞ്ഞലിഞ്ഞ് ഞങ്ങളെയും മക്കളായി സ്വീകരിക്കുന്നു. മേൽക്കുമേൽ വിളങ്ങിയ ഈശാ പോറ്റി മെയ്ஞாനമാകും അന്തണനായി വിനകൾ തീരാൻ കൈകൊടുത്തോനാം ഈശ്വര എന്നെ പോറ്റിയിടണേ. ഈശ്വര നീ എന്നെ എപ്പോഴും വിനകൾ തീർത്തുകൊണ്ട് ശിവജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ. മെയ്ஞാനമാകും അന്തണനായി, മെയ്ஞാനം പരഞ്ജാനമായി നീ എപ്പോഴും എന്നിൽ വിളങ്ങണമേ.
വിനക തീരാൻ കൈകൊടുത്തോനാം ഈശ്വര നിന്നെ പോറ്റിയിടുന്നേൻ. അല്ലയോ ഭഗവാനെ, അങ്ങേ ഞാനിതാ കൈവണങ്ങുന്നു. പൊന്നൊളി മധുര കരരാ പോറ്റി, കുടലിൽ വിളങ്ങും ഗുരുശ്രേഷ്ഠ പോറ്റി, തില്ലയമ്പലത്തിലെ നടേശ പോറ്റി, ഇന്നെനിക്ക് തികട്ടാത്ത അമൃതായോനെ, മുപ്പില്ലാ നാൻമറയ്ക്കും അരിയപ്പോറ്റി, കാളക്കൊടിയുടയ ശിവനെ പോറ്റി, മിന്നിടും ഉരുവം പൂണ്ട് വികൃത പോറ്റി. വികൃത എന്നുള്ളതിനിവിടെ രൂപം മാറുന്നവനെ, അനേകം രൂപങ്ങൾ ധരിക്കുന്ന അല്ലയോ പോറ്റി. കള്ളിൽ നിന്നാരെടുത്ത കനിയെ പോറ്റി, കാക്കുക കനക കുന്നേ പോറ്റി, ആഹാ എന്നെനിക്ക് അരുളുക പോറ്റി. പടച്ചവൻ കാപ്പവൻ സംഹരിപ്പവൻ പോറ്റി, ഇടർ തീർത്തിയിടുമൻ താതാ പോറ്റി, ഈശ പോറ്റി, ഇറവ പോറ്റി, ഒളിയാന്ന പളുങ്കിൻ കുന്നേ പോറ്റി, അരജ പോറ്റി, അമൃതേ പോറ്റി, മണമയ്യലും ചരണ നിഹൃത പോറ്റി, വേദ്യ പോറ്റി, വിമല പോറ്റി, ആദ്യ പോറ്റി, അറിവേ പോറ്റി, ഗതിയെ പോറ്റി, കനിയെ പോറ്റി, നദി ചേരും ചെഞ്ചിടയാർന്നോൻ പോറ്റി, ഉടയോൻ പോറ്റി, ഉണർവേ പോറ്റി, അധമനെന്നെ അടിമയാക്കിയോൻ പോറ്റി, അയ്യനെ പോറ്റി, അണുവേ പോറ്റി, ശിവനെ പോറ്റി, തലവാ പോറ്റി, കുറിയെ പോറ്റി, ഗുണമേ പോറ്റി, നെറിയെ പോറ്റി, നിലവേ പോറ്റി, വാനവർക്കരിയ മരുന്നേ പോറ്റി, ഞങ്ങൾക്കരുളും ഈശ പോറ്റി, 37 തലമുറ ദുരിത നരകം പോകാതരുളും അരജ പോറ്റി, തോഴ പോറ്റി, തുണയെ പോറ്റി, വാഴ്വേ പോറ്റി, നിധിയെ പോറ്റി, മുക്ത പോറ്റി, ആദ്യ പോറ്റി, തായതാ പോറ്റി, ഹരനെ പോറ്റി, ചൊല്ലും അറിവൻ കടന്നോൻ പോറ്റി, അലകടൽ ചൂഴം ഉലകിൻ ഫലമേ പോറ്റി, അരുമയാ മെളിയോർക്ക് ഈശൻ പോറ്റി, കരിമുകിൽ പോൽ ഫലമേകുന്നോനെ, കണ്ണായി വിളങ്ങുന്നോനെ പോറ്റി, മേവിയ തിരുവരുൾ മലയെ പോറ്റി, എന്നെ തന്നടിയാനായി കൈക്കൊണ്ടിടും പൂങ്കുഴലെ, ചെന്നിയിൽ വച്ച് ചേവക നിന്നെ പോറ്റുന്നേ. നിൻ്റെ തിരുവടി ഞാനെൻ്റെ നെറ്റിയിൽ വച്ച് നിന്നെ ഞാനിതാ പൂജിക്കുന്നു. അപ്പോൾ വാക്കുകളെ കൊണ്ടൊരു സ്തവമാല തീർക്കുകയാണ് മാണിക്യവാചകർ ഇവിടെ ചെയ്യുന്നത്. തെന്നാടാളും ശിവനെ പോറ്റി, എന്നാട്ടാർക്കും ഈശ പോറ്റി, പന്നിക്ക് പാലൂട്ടിയോനെ പോറ്റി, മേലാം കൈലാസവാസ പോറ്റി, കാരുണ്യമേകും സോമിൻ പോറ്റി, ഇരുളകറ്റിയിടും ഈശ്വര പോറ്റി, തുണയില്ലാതെ തളർന്നേൻ പോറ്റി, നിലയാ മോക്ഷമരുളുക പോറ്റി. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, എനിക്ക് അവിടുന്ന് കരുണ ചൊരിയണമേ. ഈ സ്തവമാല ഇവിടെ അവസാനിക്കുന്നില്ല, നമുക്കത് അടുത്ത ദിവസം തുടരാം. അപ്പോൾ ഇവിടെ വാക്കുകളെ കൊണ്ട് ശിവഭഗവാനെ സ്തുതിക്കുന്ന ഒരു സ്തവമാലയാണിത്. ആത്മീയ സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്തവമാലകൾ. ശിവൻ്റെ നാനാഗുണഗണങ്ങളെ പാടിപ്പുകഴ്ത്തുന്ന ഈ സ്തവമാല കൊണ്ട് തന്നെ ശിവനെ സ്തുതിച്ചുകൊണ്ട് ശിവനെ പ്രീതിപ്പെടുത്തുന്ന, ശിവനിൽ അലിഞ്ഞു ചേരുന്ന ഒരു മാനസികാവസ്ഥ ഇവിടെ മാണിക്യവാചകർ സംജാതമാക്കുന്നു. അപ്പോൾ ഈ സ്തവമാല വായിക്കുന്നവർക്ക് അവരുടെ ഹൃദയത്തിലും ഇതേപോലുള്ള ഒരു ഭക്തിയുടെ ഉന്മാദാവസ്ഥ ജനിക്കത്തക്ക വിധത്തിലാണ് ഈ സ്തവമാലയുടെ നിർമ്മിതി. ഓം ശിവായ നമഃ.